എന്ന് ഞാൻ ചെയ്യുന്ന കുക്കിംഗ് അല്ലേ. ഇന്ന് നമുക്ക് വീടിൻ്റെ പുറത്തെ ചെടികളൊക്കെ ഒന്ന് കാണാം. ഹോം ടൂർ ഞാൻ വേറൊരു ദിവസം ചെയ്യാം കേട്ടോ. ഇത് ഞാൻ വരാന്തയിൽ വെച്ചിരിക്കുന്നതാണ്. CC പ്ലാന്റ് ഉണ്ട്. ഇതെല്ലാം എൻ്റെ ഹസ്ബൻഡിൻ്റെ പണിയാണ്. ഇങ്ങനെ വെട്ടി വട്ടത്തിലാക്കി നിർത്തുക. ദുബായിക്ക് പോയപ്പോൾ ഇതാ ഒരെണ്ണം ഉണങ്ങിപ്പോയി. അത് കിളുത്ത് വരും. ബാക്കി എല്ലാം വലിയ കുഴപ്പമില്ലാണ്ട്, മഴക്കാലമായിരുന്നുകൊണ്ട് എല്ലാം കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. ആരെ ഏൽപ്പിച്ചിട്ട് പോയാലും എല്ലാവരും അത്ര നന്നായി നോക്കിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷേ എൻ്റെ അയൽവക്കത്തെ കൊച്ചിനെ ഏൽപ്പിച്ചിട്ട് പോയി. അതിപ്രാവശ്യം നന്നായി നോക്കി. ഇത് കരിഞ്ഞു പോയി തുടങ്ങിയത് അതൊക്കെ കിളുത്ത് വരുന്നുണ്ട്. ആ കൊച്ചു വീട്ടിൽ പോയിരുന്ന ദിവസത്തിൽ മാത്രമേ വെള്ളം ഒഴിക്കാൻ പറ്റാണ്ടിരുന്നുള്ളൂ. അവൾ നന്നായി നോക്കി. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതാ ഇവിടെ ഞാൻ കുറച്ച് എൻ്റെ ഭർത്താവാട്ടോ ഇങ്ങനെ മണ്ണ് മാറ്റിയിട്ട് അവിടെ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കി. ഇത് വില്ല ആയത് കാരണം 4 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് കൊള്ളാവുന്നതിലേറെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാം പൂവൊന്നും ഇട്ടില്ല. ഇത് പീസ് ലില്ലിയാണ്. ഇത് മുളകാണ്. വീട്ടിലാൻ വേറിൽ പ്ലാവ് വാങ്ങി വെച്ചിട്ടുണ്ട്. എന്താവുമെന്നറിയില്ല ഇത്രയും ചെറിയ സ്ഥലത്ത്. ഇത് ഒരു ചെടി, ഇതൊരു ചെടി, ഇവിടെയും ചെടി വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് അത് എടുത്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പിന്നീടാകാമെന്ന് വിചാരിച്ചു. ഇപ്പം ഇങ്ങനെയൊക്കെ ഇവിടെ വെച്ചേക്കണം. എന്തിനാണെന്ന് വെച്ചാൽ വെള്ളം കിട്ടാനുള്ള സൗകര്യവും, മഴ പെയ്യുമ്പോൾ അതിന് വെള്ളം കിട്ടാനുള്ള സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചേക്കണേ. ഇവിടെയും ഞാനൊരു മുളക് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ മുകളിലൊരു ചെടി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇത് വർക്ക് ഏരിയയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡിലും ചെടിയുണ്ട്. മുകളിലും ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മുകളിൽ ഇപ്പുറത്തെ സൈഡിലുണ്ടായിരുന്ന ചെടിയെല്ലാം എടുത്ത് മാറ്റി വെള്ളം ഒഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇട്ടിട്ട് പോകുമ്പോൾ. പിന്നെ ഈ സൈഡിലും ഉണ്ട്. ഇതൊക്കെ എൻ്റെയാണ് കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും 2 ചെടികളാണുള്ളത്. അപ്പുറത്തെ സൈഡിലുള്ളത് അങ്ങേരുടെ, ഇപ്പുറത്തെ സൈഡിലുള്ളത് എൻ്റെ. അങ്ങനെയാണ്. ഇതെല്ലാം ഞാൻ വെച്ച് പിടിപ്പിച്ചേക്കണതാണ്. മറ്റതും ഇപ്പം നോക്കുന്നത് ഞാൻ തന്നെയാണ്. വെള്ളമൊക്കെ ഒഴിക്കുന്നതും ഒക്കെ ഞാൻ തന്നെയാണ്. മതിലൊക്കെ മെനയടിച്ചിട്ട് പോയി. ഞങ്ങൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മതിലെല്ലാം പച്ചപ്പായൽ പിടിച്ച് വൃത്തികേടായിട്ടുണ്ട്. അതൊക്കെ ഇനി പതുക്കെ ശരിയാക്കി എടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ചെടികളൊക്കെ ഇതാണ്. ഒരു ദിവസം ഞാൻ ഹോം ടൂർ ചെയ്യാം. ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ എപ്പോഴും ഇങ്ങനെ ബുഷായിട്ട് വളർന്നു വരും. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.